Assalamu alaikum. കുട്ടികളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള വൈറ്റ് സോസ് പാസ്ത നമ്മൾ എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടാവും. സാധാരണ നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് എപ്പോഴും മൈദ ബട്ടർ ഉപയോഗിച്ചിട്ടാണ് വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കി കാണാറ്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ഷെഫ് സീക്രട്ട് റെസിപ്പിയാണ്. ഇത് മൈദ ബട്ടർ ഇല്ലാണ്ട് ഒരു ഹെൽത്തി വേയിൽ നമുക്ക് വൈറ്റ് സോസ് പാസ്ത കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഈ റെസിപ്പി നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നമുക്ക് വെജിറ്റബിൾസും മീറ്റും ഒക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ആഡ് ചെയ്ത് മോഡിഫൈ ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ കാണിക്കുന്നത് നിങ്ങൾക്ക് ഒരു ബേസ് വൈറ്റ് സോസ് പാസ്ത അതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന വേരിയേഷൻസ് ഒക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. മൈദ ബട്ടർ ഒഴിവാക്കിയിട്ടുള്ള ഒരു ഹെൽത്തി വൈറ്റ് സോസ് പാസ്ത നമുക്ക് ഉണ്ടാക്കാം. വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 200 ഗ്രാം പാസ്ത എടുത്തിട്ടുണ്ട്. ഒരു പകുതി ക്യാപ്സിക്കം നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുറച്ച് ബ്രൊക്കോളി ഇതുപോലെ ചെറിയ പീസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 150 മുതൽ 200 ഗ്രാം വരെ ഫ്രഷ് ക്രീം. ഇതാണ് നമ്മൾ പാസ്തയുടെ സോസ് ഉപയോഗിക്കാനായിട്ട് ഉണ്ടാക്കുന്നത്. ഇനി സോസ് ചെറുതായിട്ടൊന്ന് കട്ടിയാവാൻ വേണ്ടിയിട്ട് നമ്മൾ മൈദയ്ക്ക് പകരം നമ്മൾ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അത് കാണിച്ചു തരാം. ഇപ്പോൾ പാസ്തയുടെ സോസ് കട്ടിയാക്കാൻ വേണ്ടി നമ്മൾ മൈദയ്ക്ക് പകരം യൂസ് ചെയ്യുന്നത് ഒരു മുട്ടയുടെ യെല്ലോ ആണിത്. പിന്നെ ശകലം 1 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം തന്നെ, നമ്മളുടെ അമൂലിൻ്റെ ഒക്കെ റെഡിമെയ്ഡ് കിട്ടുന്ന ബട്ടർ ചിക്കനിലൊക്കെ ഒഴിക്കുന്ന സെയിം ഫ്രഷ് ക്രീം. പിന്നെ 1 ടേബിൾ സ്പൂൺ പൗഡേർഡ് ചീസാണിത്. ഞാൻ പാർമസാൻ ചീസാണ് എടുത്തിരിക്കുന്നത്. ചീസ് ഫ്ലേവർ കൂട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഇടാം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. അപ്പോൾ ഇത് നമ്മളൊരു ബൗളിലേക്ക് ആഡ് ചെയ്തിട്ട് ഒരു ഫോർക്ക് വെച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഇതാണ് നമ്മളുടെ സോസിൻ്റെ തിക്കനിങ് ഏജൻറ്റ്. നമ്മൾ മൈദയ്ക്ക് പകരം നമ്മൾ ഇതാണ് പാസ്തയിൽ ഒഴിച്ച് തിക്കനിങ് ആക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കഴിയുമ്പോൾ ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാണ്. നമ്മൾ പാസ്ത വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളം തിളപ്പിക്കുക, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഞാൻ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് പാസ്തയുടെ. ഇപ്പോൾ പാസ്ത വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, ജസ്റ്റ് പാസ്ത നല്ലപോലെ ഒന്ന് മുങ്ങി വേവാനുള്ള വെള്ളം. അതിലേക്ക് കുറച്ച് ഉപ്പിടണം. ഉപ്പും കുറച്ച് അധികം ഇടാം, കുഴപ്പമില്ല, കാരണം നമ്മളത് പിന്നെ പറ്റിച്ചെടുക്കും. അതിലേക്ക് പാസ്ത ആഡ് ചെയ്യുക. എന്നിട്ട് ഇത് വേവാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് മതിയാവും. അധികം വേവിക്കേണ്ട ആവശ്യമില്ല. ഉപ്പിട്ടിട്ട് പറ്റിച്ചെടുക്കുമെന്ന് അറിയാതെ പറഞ്ഞു പോയത് കേട്ടോ. ഉപ്പിട്ടിട്ട് ഊറ്റിയെടുക്കുമെന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് വേവിക്കുക. ഒരുപാട് കുക്കാവേണ്ട ആവശ്യമില്ല. 10 മിനിറ്റ് ആകുമ്പോൾ വെന്ത് കിട്ടും. ആ സമയം കൊണ്ട് നമുക്ക് വെജിറ്റബിൾസ് വഴറ്റിയെടുക്കാം. ഇപ്പോൾ പാസ്ത വേവുന്ന സമയത്ത് നമുക്ക് വെജിറ്റബിൾസ് വഴറ്റിയെടുക്കാൻ വേണ്ടി ഞാൻ ശകലം വെജിറ്റബിൾ ഓയിൽ ഒരു പാനിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഒലിവ് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് ക്യാപ്സിക്കവും ബ്രൊക്കോളിയും ഇട്ട് ചെറുതായിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ബ്രൊക്കോളിയും കൂടെ ഇട്ടിട്ട് രണ്ടും ഒന്നിച്ച്, ഒരുപാട് സോഫ്റ്റ് ആവേണ്ട ആവശ്യമില്ല, കുറച്ചൊന്ന് വഴറ്റിയെടുക്കാം, ഒരു 5 മിനിറ്റ്. ഇപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് വെജിറ്റബിൾസിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് കൂടുതലും കുറവും ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു പോർഷൻ മാത്രമേ കാണിക്കുന്നുള്ളൂ, ശകലം പാസ്ത എടുത്തിട്ടുള്ളൂ. 200 ഗ്രാംസ് പാസ്തയുടെ അളവാണല്ലോ. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഇറച്ചി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറച്ചിയുടെ ചെറിയ പീസസ് ആക്കിയിട്ട് അത് വേണമെങ്കിലും ഫസ്റ്റ് വേവിച്ചെടുത്തിട്ട് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ സോസേജസ് ആഡ് ചെയ്യാം. ബേക്കൺ കഴിക്കുന്നവരാണെങ്കിൽ ബേക്കൺസ് ആഡ് ചെയ്യാം. ഇപ്പോൾ പാസ്ത വെന്തിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് ഊറ്റിയെടുക്കാം. ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഊറ്റിയെടുത്തിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ശകലം ഒലിവ് ഓയിൽ ഒഴിച്ച് വയ്ക്കണം. പാസ്ത തമ്മിൽ ഒട്ടാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ പാസ്ത വെന്തോന്നറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് നോക്കിയാൽ മതി. സോഫ്റ്റ് ആയിട്ടുണ്ടാവണം, ഒരുപാട് സോഫ്റ്റ് ആവാനും പാടില്ല. ഇതുപോലെ കണ്ടോ, ഒന്നൊന്നിനോട് ഒട്ടാണ്ട് ഇതുപോലെ. പിന്നെ നമ്മളുടെ ആ പാസ്തയുടെ ഒരു റോ ലുക്ക് അറിയാലോ, ആ ഒരു ലുക്ക് ഇല്ലാതെ ഇതുപോലെ വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. പാസ്ത റെഡി ആയിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ ബ്രൊക്കോളിയും ക്യാപ്സിക്കവും വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ വെജിറ്റബിൾസും നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ക്രീം അത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ക്രീം ഒഴിച്ചിട്ട് ഒരുപാട് തിളയ്ക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ആവശ്യമുള്ള ഉപ്പും പെപ്പറും മാത്രം ഒന്ന് ആഡ് ചെയ്ത് ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. ഇപ്പോൾ പെപ്പർ ശരിക്കും നമ്മളുടെ വൈറ്റ് സോസ് പാസ്തയിൽ ഇടാറില്ല, പക്ഷെ നമുക്കതൊരു എരിവ് വേണമെന്നുണ്ടെങ്കിൽ ശകലം പെപ്പർ ആഡ് ചെയ്യാം, ശകലം ഉപ്പും ആഡ് ചെയ്യാം. എന്നിട്ട്
ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി. ക്രീമിൻ്റെ ആ ഒരു തണുപ്പ് മാറാനുള്ള ഒരു ടൈം. കാരണം ക്രീം നമ്മൾ ഫ്രിഡ്ജിലായിരിക്കും വെച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു തണുപ്പ് മാറാൻ വേണ്ടിയിട്ടുള്ള ടൈം കൊടുത്താൽ മതി, ഒരു 1 മിനിറ്റ്. എന്നിട്ട് നമുക്കിതിലേക്ക് വെന്ത പാസ്ത ആഡ് ചെയ്ത് ഒന്ന് ടോസ് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മൾ ക്രീം ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പാസ്ത ഇടുകയാണ്. പാസ്ത ഇട്ടിട്ട് നമുക്കൊന്ന് ടോസ് ചെയ്തെടുക്കണം. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ആ ക്രീം അത്ര ഒരു കട്ടിയുള്ള കൺസിസ്റ്റൻസിയിലല്ല ഇരിക്കുന്നത്. അപ്പം നമ്മൾ ആ ക്രീമിനെ ഒന്ന് കട്ടിയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൈദയ്ക്ക് പകരം നമ്മളിതിൽ ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയും ശകലം ക്രീമും പാർമസാൻ ചീസും നമ്മൾ ആഡ് ചെയ്തേക്കുന്നത്. ചീസ് ഇപ്പം നിങ്ങൾക്ക് നാട്ടിൽ പാർമസാൻ ചീസ് കിട്ടാൻ ബുദ്ധിമുട്ടാണല്ലേ, കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് ചീസ് ഇല്ലാതെ ജസ്റ്റ് മുട്ടയും ക്രീമുമായിട്ട് മിക്സ് ചെയ്തിട്ട് ലാസ്റ്റ് എന്തെങ്കിലും മൊസറല്ല ചീസോ അല്ലെങ്കിൽ ചെഡാറിൻ്റെ സ്ലൈസോ അങ്ങനെ എന്തെങ്കിലും നാട്ടിൽ കിട്ടാൻ ഈസി ആയിട്ടുള്ള ഏതെങ്കിലും ചീസ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താലും മതിയാവും. ഓക്കെ, ഇപ്പം ഇതിങ്ങനെ മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ ആ തയ്യാറാക്കി വെച്ചിരുന്ന മുട്ടയും ചീസും ക്രീമും കൂടെ നമുക്കിതിലേക്ക് ഒഴിക്കാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ അടുപ്പ് ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ മുട്ട സ്ക്രാമ്പിൾ ആയി പോവും. അടുപ്പ് ഓഫ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ആ മുട്ട സ്ക്രാമ്പിളായി പോകരുത്. പാസ്തയും നല്ല ചൂടാണ്, ക്രീമും വോമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മൾ എഗ് മിക്സ് ഒഴിച്ചതിന് ശേഷം ഇച്ചിരി ക്രീമിനെസ് കുറഞ്ഞെന്ന് തോന്നുവാണെങ്കിൽ ശകലം കൂടെ നമുക്ക് ക്രീം ഒഴിച്ചു കൊടുക്കാം. അപ്പം ആദ്യം ഞാൻ കാണിച്ച ഒരു 200 ml കൂടെ ഞാനൊരു 50-70 അത്രയൊക്കെ നമ്മളുടെ ക്രീമിനെസ്സിനനുസരിച്ച് നമുക്ക് കുറച്ചും കൂടെ വേണേൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം അതിനകത്ത് ആ എഗ് ഉള്ളത് കൊണ്ട് അത് കട്ടി ആയിക്കോളും, അതിൻ്റെ ആ ഒരു തിക്കനിങ് ഉണ്ടാവും. അപ്പം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ക്രീം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് എക്സ്ട്രാ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മളെ പാസ്ത റെഡി ആയിട്ടുണ്ട്. ഇതെനിക്കൊരു ഷെഫ് പറഞ്ഞു തന്ന റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളുണ്ട് ഇതിന്. നമ്മളുടെ റെസ്റ്റോറൻറ്റ്സിലൊക്കെ പാസ്ത കാർബണാറ എന്ന് പറഞ്ഞ് തരുന്ന റെസിപ്പിയാണിത്. ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീറ്റും സോസേജോ വെജിറ്റബിൾസോ മഷ്റൂം ഇതെല്ലാം ആഡ് ചെയ്ത് ഡിഫറെൻറ്റ് വെറൈറ്റിയിൽ നമുക്ക് ഡെയിലി വിളമ്പാൻ പറ്റുന്ന ഒരു ഈസി പാസ്ത ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക.